അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 149. അഗ്നി അകത്തേക്ക് ചെല്ലുമ്പോൾ പൊന്നും ജ്വാലയും മീനുവും സോഫയിൽ ഇരിക്കുന്നുണ്ട്. സൗബി റൂമിലാണ്. അവൾ അരുന്ധതിയോട് ഫോണിൽ വിളിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അഗ്നി ജ്വാലയെ ഒന്ന് നോക്കി. ആ നോട്ടം കണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാത്ത പോലെ ജ്വാല പൊന്നൂനോടും മീനുവിനോടും സംസാരിച്ചിരുന്നു. ചിത്തു അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു വെച്ചു. ദേ പിള്ളേരെ, എല്ലാരും വന്നിരുന്നേ, കഴിക്കണ്ടേ? ആ പെണ്ണെന്തിയെ? അതിനെ കൂടി വിളിച്ചിട്ട് വാ പൊന്നു. ചിത്തു പൊന്നൂനോട് പറഞ്ഞു. സൗബിയാണോ അമ്മേ? പൊന്നു ചോദിച്ചു. ആ, അതിനെ തന്നെ. അവളുടെ പേരുപോലും പറയാൻ താല്പര്യമില്ലാതെ ചിത്തു കിച്ചണിലേക്ക് തന്നെ പോയി. പൊന്നു സോഫയിൽ നിന്നും എഴുന്നേറ്റ് നേരെ സൗബിയുടെ റൂമിന്റെ നേരേക്ക് നടന്നു. എന്നാൽ ഇതേ സമയം റൂമിൽ ഫോണിൽ സംസാരത്തിലാണ് സൗബി. ഇല്ലമ്മേ, ഞാൻ അങ്ങനെയല്ല. പെട്ടെന്ന് വ്യാസേട്ടനെ കണ്ടപ്പോ ആരവേട്ടനേക്കാൾ ഭംഗി തോന്നി, അതുകൊണ്ടാ. അവൾ അരുന്ധതിയോട് പറഞ്ഞു. ഭംഗി? ദേ പെണ്ണെ, നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട. നിന്നോട് ഇവിടുന്ന് പോകുമ്പോ ഞാൻ എന്താടി പറഞ്ഞു വിട്ടെ? ഏ, ആ അംബിക കണ്ടോ? അവളുടെ ഉദ്ദേശം ആ പൊന്നിനെ കൊണ്ട് ആരവിനെ കെട്ടിക്കാനാ. അങ്ങനെയായ അഗ്നിക്ക് കിട്ടുന്ന സ്വത്തിന്റെ പാതി ആരവിന് കിട്ടൂലോ. അതിലൂടെ പൊന്നൂനും. അതെന്തായാലും നടക്കരുത്. അതുകൊണ്ടാ നിന്നോട് ഞാൻ ആരവിനെ സ്നേഹിക്കാൻ പറഞ്ഞേ. എന്നിട്ട് നീ ചെയ്തതോ? മറ്റൊരുത്തനെ കണ്ടപ്പോ അവള് മറുകണ്ഠം ചാടി. അതെങ്ങനാ? ചേച്ചിയുടെ അല്ലേ അനിയത്തി? അരുന്ധതി ദേഷ്യത്തോടെ പറഞ്ഞു. ദേ അമ്മേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞോണ്ട് മാത്ര ഞാൻ ആദ്യം തൊട്ടേ അരവേട്ടന്റെ പിറകെ നടന്നേ. എപ്പോഴോ ഉള്ളിൽ ശരിക്കും എന്തോ ഒരു ഇത് തോന്നിപ്പോയി. പക്ഷെ ഇന്ന് വ്യാസേട്ടനെ കണ്ടപ്പോ അവളിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. അവനെ കണ്ടപ്പോ ആരവനോട് തോന്നിയ ഇഷ്ടം മാഞ്ഞുപോയോ? സൗബി, നീ തമാശ കളിക്കല്ലേ. ആ ജ്വാല അവിടെ ജീവിക്കുന്ന എങ്ങനെയാന്ന് നീ കണ്ടില്ലേ? റാണിയെ പോലെയാ. അതുപോലെ നിനക്കും കഴിയണ്ടേ? അരുന്ധതി ചോദിച്ചു. സൗബിയുടെ ഉള്ളം അങ്ങനെ ഒരു ചിന്തയിൽ പോലും കുളിർന്നു പോയി. സൗബി? അവളുടെ മറുപടി ഒന്നും കേൾക്കാതായതും അരുന്ധതി വീണ്ടും വിളിച്ചു. അമ്മ വിഷമിക്കണ്ട. ആരവേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ വീട്ടിലെ മരുമകളായി ഞാൻ തന്നെ വരും. പക്ഷെ ആരവേട്ടനെ ഇടയ്ക്കെല്ലാം പൊന്നൂനെ സപ്പോർട്ട് ചെയ്യണ പോലെ തോന്നുന്നു. അവൾ വിഷമത്തോടെ പറഞ്ഞു. അതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. അവനോട് സ്നേഹത്തോടെ പെരുമാറി അടുക്കാൻ നോക്ക്. കൂട്ടത്തിൽ ആ ജ്വാലയാഗ്നിയും കൂടി തല്ലിപ്പിരിക്ക്. അരുന്ധതി ഗൗരവത്തോടെ പറഞ്ഞു. അതെന്തായാലും ഞാൻ ചെയ്യൂ അമ്മേ. എന്താ അവളുടെ ഒരു കൊഞ്ചല്? ഒരു കുഞ്ഞനും ദേവേട്ടനും. അവളുടെ പല്ലു മുറുകി. സൗബി, ദേ നിന്നെ കഴിക്കാൻ വിളിക്കുന്നു. അതേ സമയം തന്നെ ഡോറിൽ തട്ടിക്കൊണ്ട് പൊന്നു അവളെ വിളിച്ചു. സൗബി വാതിൽക്കലേക്ക് നോക്കി. അമ്മ, ഞാൻ പിന്നെ വിളിക്കാം, പൊന്നു വിളിക്കുന്നുണ്ട്. സൗബി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആ വെച്ചോ, ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. അവിടുന്ന് വരുന്നതിന് മുന്നേ എല്ലാത്തിനും ഒരു തീരുമാനാക്കണം. പിന്നെ ആ ചിത്തരെ സോപ്പിട്ട് നിന്നോ. അവർ പറഞ്ഞു കൊടുത്തു. ആ ശരി അമ്മേ, ഞാൻ വെക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കോള് കട്ട് ചെയ്തു. പതിയെ ഫോൺ മാറ്റിവെച്ച് ഡോറിന്റെ അടുത്തേക്ക് നടന്നു. അഗ്നി ജ്വാലയ്ക്ക് വാരിക്കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അഗ്നിയും അത് ശ്രദ്ധിച്ചെങ്കിലും അവനും ഒന്നും പറയാതെ അവൾക്ക് വാരിക്കൊടുത്തു. അവളുടെ പിണക്കം കാണാൻ അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പരിഭവം കൊണ്ട് വീർത്ത പെണ്ണിന്റെ കവിളിലേക്ക് അവൻ പ്രണയത്തോടെയാണ് നോക്കിയത്. കഴിച്ചു കഴിഞ്ഞതും മോഹനും അഗ്നി അപ്പു ഓഫീസിലേക്ക് പോവാനായി പുറത്തേക്ക് ഇറങ്ങി. സൗബി അപ്പുവിനെ യാത്രയാക്കാൻ എന്ന പോലെ അവനെ നോക്കി സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പുവിന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പാറി വീഴുന്നത് പൊന്നൂലേക്കായിരുന്നു. അഗ്നി ജ്വാലയെ ഇടങ്ങണ്ണിട്ട് നോക്കി. പിണക്കം മാറ്റാതെ അവൻ ഓഫീസിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കി വിഷമത്തോടെ നിൽക്കുകയാണ് ജ്വാല. സാധാരണ പിണക്കം നിർത്തിട്ടേ പോവാറുള്ളൂ. അവളുടെ വിഷമം നിറഞ്ഞ മുഖത്ത് പൊടുന്നനെ ദേഷ്യം നിറഞ്ഞു. അവൾ പെട്ടെന്ന് മുകളിലേക്ക് പോയി. അഗ്നി അമ്പരന്ന് പോയി. അവൾ അങ്ങനെ കയറിപ്പോവുമെന്ന് അവൻ കരുതിയിരുന്നില്ല. ഈ ജ്വാല ഇത് എങ്ങോട്ടാ? പൊന്നു അവള് പോകുന്നത് നോക്കി മീനുവിനോട് ചോദിച്ചു. ആവോ, എന്തു പറ്റി ഏട്ടത്തിക്ക്? മീനുവിനും മനസ്സിലായില്ല. അത് ഏട്ടനോടുള്ള പിണക്കം കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏട്ടൻ ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴും ഇവിടെ വന്ന് നിൽക്കുന്ന പെണ്ണല്ലേ? ചിരിയോടെ പറഞ്ഞുകൊണ്ട് അപ്പു കാർപോർച്ചിലേക്ക് നടന്നു. കൂടെ തന്നെ മോഹനും. സൗബി അപ്പുവിന്റെ ഒരു തിരിഞ്ഞുനോട്ടം പ്രതീക്ഷിച്ചെങ്കിലും അത് ഉണ്ടായില്ല. അവൾ നിരാശയോടെ അകത്തേക്ക് കയറിപ്പോയി. അതേസമയം തന്നെ അപ്പു പൊന്നൂനെ തിരിഞ്ഞു നോക്കി. പൊന്നൂന്റെ കണ്ണുകൾ വിടർന്നുപോയി. അവൾ അവനെ നോക്കി കണ്ണിറുക്കി. പതർച്ചയോടെ അവളിൽ നിന്ന് നോട്ടം മാറ്റി അവൻ കാറിലേക്ക് കയറി. പൊന്നു ചിരിയോടെ അവനെ നോക്കി നിന്നു. മോഹനും കൂടി കയറിയതും അപ്പു കാറെടുത്തു പോയി. അല്ല, അഗ്നിയേട്ടൻ പോകുന്നില്ലേ? മീനു അഗ്നിയോട് ചോദിച്ചു. അവൻ അപ്പോഴും ഹാളിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഏ, ആ പോണം, അവൻ പറഞ്ഞു. എന്നാ ചെല്ല് കണ്ണാ, ഇപ്പൊ തന്നെ ലേറ്റായില്ലേ? ചിത്തു പറഞ്ഞു. കുഞ്ഞൻ. അവൻ അകത്തേക്ക് നോക്കി ചിത്തുവിനോട് ചോദിച്ചു. അവൾ എന്തെങ്കിലും ആവശ്യത്തിന് റൂമിലേക്ക് പോയതായിരിക്കൂടാ, നീ ചെല്ല്. അവൻ മൂളിക്കൊണ്ട് കാറിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴും അവൻ പ്രതീക്ഷയോടെ അകത്തേക്കൊന്ന് നോക്കി. ഇല്ല, അവളെ കാണുന്നില്ല. അഗ്നിക്ക് ദേഷ്യം വന്നു പോയി. കുറച്ച് വാശി കൂടുന്നുണ്ട് പെണ്ണിന്. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ദേവേട്ടാ.
കൊഞ്ചിക്കൊണ്ട് ജ്വാല വിളിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ കണ്ണുകളൊന്നടച്ചു. ഇല്ല, എൻ്റെ പൂച്ചക്കുട്ടിയുടെ പിണക്കം മാറ്റാതെ എനിക്ക് പോവാൻ കഴിയില്ല. അവൻ പെട്ടെന്ന് കാറിന്ന് പുറത്തേക്കിറങ്ങി ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് പാഞ്ഞുപോയി. അയ്യോ, അഗ്നിയേട്ടനത് എങ്ങോട്ടാ? മീനു വിളിച്ചു ചോദിച്ചു. അവിടെ മിണ്ടാതെ നിന്നോ നീ. അവളോട് ദേഷ്യപ്പെട്ടവൻ മുകളിലേക്കുള്ള സ്റ്റെയർ ഓടിക്കയറി. ചിത്തുവിന് ചിരി വന്നു പോയി. അല്ലേ, ഇതെന്തു കൂത്ത്? ഈ അഗ്നിയേട്ടന് എന്തു പറ്റിയാവോ? മീനു പൊന്നൂനോട് ചോദിച്ചു. ആ, അവള് കൈമലർത്തി. ഞാനിത് പ്രതീക്ഷിച്ചതാ. ജ്വാലയെ കാണാതെ അവളോട് മിണ്ടാതെ അവനിന്ന് ഓഫീസിൽ പോവില്ല. ആ, ഇനിയിന്നിപ്പോ ഓഫീസിൽ പോകുന്നുണ്ടോ എന്തോ. ചിരിയോട് ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ചിത്തു അകത്തേക്ക് കയറിപ്പോയി. മീനുവും പൊന്നും പരസ്പരം നോക്കി ചിരിച്ചു. അഗ്നി റൂമിന്റെ വാതിൽ തുറന്ന് പെട്ടെന്ന് അകത്തേക്ക് കയറി. ജ്വാലയ്ക്കായി അവന്റെ കണ്ണുകൾ ചുറ്റും തെരഞ്ഞു. മിററിന് മുന്നിൽ നിന്ന് എന്തൊക്കെയോ പരിഭവം പറയുന്ന പെണ്ണിനെ കണ്ട് അതുവരെ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യം ഇല്ലാതാവുന്നത് അഗ്നി അറിഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ ഡോറടച്ച് കുറ്റിയിട്ടവൻ ഫോൺ ബെഡിലേക്കിട്ട് അവൾക്കടുത്തേക്ക് നടന്നു. അവൾക്കടുത്തേക്ക് നടക്കുന്നതിനനുസരിച്ച് അവൻ ഇൻ ചെയ്ത ഷർട്ടെടുത്ത് പുറത്തേക്ക് വലിച്ചിട്ടു. ജ്വാല കണ്ണുകളടച്ച് മിററിലേക്ക് ചാരി നിൽക്കുകയാണ്. എന്നാലും ദുഷ്ടൻ എന്നോട് മിണ്ടിയില്ലല്ലോ. ചെകുത്താൻ, ഡ്രാക്കുള, നോക്കിക്കോ, ഞാനും ഇനി മിണ്ടൂല, എന്നെ പിച്ചിട്ടല്ലേ. വാശിയോടെ പറയുന്നുണ്ട് പെണ്ണ്. അഗ്നിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൻ അവൾക്കടുത്തേക്ക് ചാഞ്ഞു വന്നു. അഗ്നിയുടെ സാമീപ്യം അടുത്തറിഞ്ഞതും ഞെട്ടലോടെ ജ്വാല കണ്ണുകൾ വലിച്ചു തുറന്നു. അതേ നിമിഷം തന്നെ അവളുടെ വയറിലൂടെ അവന്റെ ബലിഷ്ഠമായ കൈകൾ മുറുകി. ദേവേട്ട. ജ്വാല മിററിൽ കാണുന്ന അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി വിക്കി വിളിച്ചു. പിണക്കാണോ? അഗ്നി അവളുടെ കഴുത്തിലേക്ക് താടി കുത്തി നിന്നുകൊണ്ട് മിററിലേക്ക് നോക്കി. ആ, പിണക്കാ, എന്നെ പിച്ചിയില്ലേ, വിട്ടേ അങ്ങോട്ട്. ജ്വാല അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അഗ്നി പെട്ടെന്ന് അവളുടെ വയറിലൂടെ ചുറ്റിക്കൊണ്ട് തന്നെ അവൾ അവന്റെ നേരെ തിരിച്ചു നിർത്തി. നൊന്തോ പിച്ചിയത്? അപ്പോഴും തന്നെ കൂർത്തു നോക്കുന്നവളോട് ചോദിച്ചവൻ. ആ, നല്ലോണം നൊന്തു. അവളില്ലാത്ത വേദനയൊക്കെ കാണിച്ച് മുഖം ചുളിച്ചു. അഗ്നിയാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ പിച്ചിയോന്ന് ആലോചിക്കുകയാണ്. എന്നാൽ പിണക്കം കഴിഞ്ഞുള്ള അവന്റെ ഇണക്കത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ജ്വാല. സോറി കുഞ്ഞാ, ഞാൻ തമാശയ്ക്ക് ചെയ്തതാ. അഗ്നി അവളുടെ ഇടുപ്പിൽ തലോടി. ആ കയ്യിന്റെ ചൂടിലൊന്ന് പിടഞ്ഞെങ്കിലും അപ്പോഴും കവിൾ വീർത്തു തന്നെ ഇരുന്നു. ആദ്യമൊക്കെ ഞാൻ പിണങ്ങിയ എന്റെ പിണക്കം തീർക്കാൻ ഓരോന്ന് ചെയ്യായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, എന്നെപ്പോ ഇഷ്ടമല്ല. ജ്വാല പരിഭവം എണ്ണി പറഞ്ഞതും അഗ്നി അവളെ മിഴിച്ചൊന്ന് നോക്കി. എങ്ങനെ പിണക്കം മാറ്റണം? അവളുടെ ചോദ്യത്തിൽ നെഞ്ചിടിപ്പ് കൂടിയതുപോലെ വാക്കുകളും വിറച്ചു. ഉമ്മ വെച്ചിട്ട്. ജ്വാല അറിയാതെ പറഞ്ഞുപോയി. പിന്നെ ഒരു ഞെട്ടലോടെ സ്വയം വാപൊത്തി അഗ്നിയെ നോക്കിയതും ഒരു കള്ളച്ചിരിയോടെ കണ്ണൊക്കെ വിടർത്തി അവളെ നോക്കുന്നുണ്ടവൻ. ഓഹോ, അപ്പോ അങ്ങനെ പിണക്കം മാറ്റണോ? അഗ്നി പറയുന്നതോടൊപ്പം പെട്ടെന്ന് അവളെ അലമാരയിലേക്ക് ചേർത്ത് നിർത്തി. ജ്വാല ഞെട്ടി. യോ വേണ്ട, ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതാ. പക്ഷേ ഞാൻ സീരിയസാ. എൻ്റെ കുഞ്ഞൻ്റെ ആഗ്രഹം സാധിച്ചു തന്നിട്ടേയുള്ളൂ നീ. അവളെ അലമാരയിലേക്ക് ഒന്നുകൂടി അമർത്തി ഇടുപ്പിൽ കൈ ചേർത്ത് അവളുടെ ചുണ്ടോരം ചാഞ്ഞു വന്ന് രഹസ്യം പോലെ പറഞ്ഞവൻ. വേണ്ട, എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. പക്ഷെ എനിക്കുണ്ടല്ലോ. പറയലും അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തിരുന്നു അഗ്നി. ജ്വാലയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. എന്നാൽ അവൻ ആ ചുണ്ടിനെ നുണഞ്ഞു തുടങ്ങിയതും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകി. ചുംബന തീവ്രതയിൽ കൈകൾ സ്ഥാനം മാറുന്നു. അവളുടെ മാറിടത്തിൽ ആ കൈ പതിയെ എത്തിയതും ജ്വാലയൊന്ന് പിടഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ചുണ്ടിൽ നിന്ന് നീങ്ങിയ ചുംബനം അവളുടെ കഴുത്തിൽ പാട് തീർത്തുകൊണ്ട് വസ്ത്രത്തിന് മുകളിലൂടെ മാറിടത്തിലെത്തി. അവളുടെ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു. നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ടോപ്പ് ഉയർത്തി അവളുടെ നഗ്നമായ വയറിൽ അവന്റെ ചൂടുള്ള ചുംബനം പതിഞ്ഞു. ദേവേട്ട. ജ്വാല പുലമ്പി. പിണക്കം മാറിയോ കുഞ്ഞാ? അഗ്നി ശ്വാസം കനത്തോണ്ട് ചോദിച്ചു. ഇല്ല, അവള് പറഞ്ഞു. അവന്റെ മുഖം അവളുടെ വയറിലാകെ അലഞ്ഞുകൊണ്ട് ചുംബനം തീർത്ത ഏതോ വേളയിൽ കിതച്ചുകൊണ്ട് അവന്റെ മുഖം പിടിച്ചുയർത്തി ജ്വാല. അഗ്നി ആകെ വിയർത്തിട്ടുണ്ട്. മതി, പിണക്കം മാറി. അവള് പുലമ്പി. അഗ്നി കള്ളച്ചിരിയോട് അവളുടെ വയറിൽ ഒന്നുകൂടി ചുംബിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ഉയർന്നു വന്നു. അവൾ ആകെ ഒരു ചുവന്ന പൂ പോലെ ആയിട്ടുണ്ട്. ഓഹ്, എൻ്റെ കുഞ്ഞ അങ്ങനെ ചുവക്കാതെ. ആ കവളൊന്ന് കടിച്ചെടുത്തവൻ. ജ്വാല എരിവ് വലിച്ചു. അവൻ അവിടെ ഒന്ന് അമർത്തി ചുംബിച്ചതും ജ്വാല കുറുമ്പോടെ ചിരിച്ചു. കള്ളി എല്ലാ കള്ളത്തരം പഠിച്ചു വെച്ചിട്ടുണ്ട്. അവൻ ആ ചുണ്ടിൽ കൂടി മുത്തിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് കള്ളത്തരമൊന്നും ഇല്ലല്ലോ. അവൾ കൊടുക്കത്ത നിഷ്കളങ്കത. ഓവ്. അഗ്നി ചിരിച്ചു. പിന്നെ എന്തോ ഓർത്തെന്ന പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പൊ കുറെ നാളായിട്ട് നിന്നോട് ഇങ്ങനെയൊന്ന് കുറുമ്പ് കാണിക്കാൻ ഞാൻ വരാത്തെ എനിക്ക് ഇങ്ങനെയൊന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കുഞ്ഞാ. പകരം നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ നിന്റെ ദേവേട്ടന് കൺട്രോൾ കിട്ടുന്നില്ലാടി. ഇനി എന്തൊക്കെയാ ചെയ്യാൻ തോന്നുന്നു, അഗ്നി പറഞ്ഞു. ജ്വാല അവനെ പ്രണയത്തോടെ നോക്കി. എന്താ എന്താ തോന്നണേ?
അതോ അത് അതെന്ന് ദേവേട്ടൻ മോൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ? അതുപോലൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കാൻ തോന്നുന്നു. അവൻ വശ്യമായ സ്വരത്തോടെ പറഞ്ഞു. അവളുടെ മുഖം ചുവന്നുപോയി. ആണോ? ഉം. അഗ്നി മൂളി. "ന്നാ ന്നാ അങ്ങനെ അങ്ങനെ സ്നേഹിക്കുന്നേ?" അവൾ അവന്റെ കണ്ണിൽ നിന്നും നോട്ടം മാറ്റാതെ പറഞ്ഞു. അഗ്നി ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ? പകച്ചുപോയ അവന്റെ സ്വരം. ജ്വാല അവന്റെ ഇടുപ്പിലൂടെ കൈചുറ്റി അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ കാലിലേക്ക് കയറി നിന്നു. അഗ്നി അവളെ വീഴാതെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞാ. ഉം. അവന്റെ കണ്ണിലേക്ക് നോക്കി അവള് പതിയെ മൂളി. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? താൻ കേട്ടത് തെറ്റാണോ എന്നറിയാനായി അഗ്നി വീണ്ടും ചോദിച്ചു നോക്കി. പക്ഷെ ഇത്തവണ അവന്റെ സ്വരം ഒന്ന് വിറച്ചതുപോലെ. ജ്വാല അവളുടെ വലത് കൈ ഉയർത്തി അവന്റെ കവിളിൽ തൊട്ടു. അഗ്നി അവളുടെ മിഴികളിലേക്ക് തന്നെ നോക്കി. ദേവേട്ടനെ എങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്നോ അതുപോലെ അതുപോലെ സ്നേഹിച്ചോളാൻ. അവളുടെ സ്വരം അത്രമേൽ മൃദുലമായിരുന്നു. ഹൃദയത്തിൽ ശക്തമായി എന്തോ വന്ന് പതിച്ചതുപോലെ അഗ്നി ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവന്. കുഞ്ഞാ, നീ ഇതെന്തൊക്കെയാ? അവൻ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ജ്വാലയ്ക്ക് ആ നിമിഷം നാണം വന്നുപോയി. അടുത്ത നിമിഷം അവന്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കളഞ്ഞു. കുഞ്ഞാ. അവൻ അപ്പോഴും വിളിച്ചു. അപ്പോഴേക്കും അഗ്നിയുടെ ഫോൺ റിങ് ചെയ്തു. അഗ്നി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിന്റെ അടുത്തേക്ക് നടന്നു. ബെഡിൽ നിന്നും അവന്റെ ഫോൺ എടുത്തു നോക്കി. അപ്പുവാ. തന്നെ സംശയത്തോടെ നോക്കുന്നവളെ നോക്കി അഗ്നി പറഞ്ഞു. ജ്വാല തലയാട്ടി. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ദേ എത്താറായി. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ജ്വാല അപ്പോഴും അവനെ തന്നെ നോക്കുകയാണ്. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, അവൾ പറഞ്ഞു. അവൻ അവളെ പതിയെ ബെഡിലിരുത്തി അവൾക്ക് മുന്നിൽ നിലത്തായി മുട്ടുകുത്തിയിരുന്നു. ജ്വാല അവനെ നോക്കി പുഞ്ചിരിച്ചു. ഐ ലവ് യു കുഞ്ഞ. എനിക്ക് ഈ പെണ്ണിനെ എന്തിഷ്ടാണെന്നറിയോ? അവൻ പ്രണയത്തോടെ പറഞ്ഞു. നിക്കും ദേവേട്ടന് ഒത്തിരി ഇഷ്ടാ. എൻ്റെ ജീവനാ, അത്രയ്ക്കിഷ്ടാ. അവളും പറഞ്ഞു. കുഞ്ഞാ, ഞാൻ ഓഫീസിൽ പോവാൻ നോക്കട്ടെ ട്ടോ. അല്ലെങ്കിൽ അപ്പു ഇനിയും വിളിക്കും. നിന്റെ പിണക്കം കണ്ട് എങ്ങനെ പോവാനാ ഞാൻ? അതാ ഓടി വന്നേ. അതിപ്പോ നന്നായിന്ന് തോന്നണു. അവൻ പറഞ്ഞു കുറുമ്പോടെ. ദേവേട്ടാ. ജ്വാല ചിണുങ്ങി. അത് കണ്ടപ്പോൾ അവനും ചിരി വന്നുപോയി. ഞാൻ പൊക്കോട്ടെ? വേണ്ട, എൻ്റെ ഒപ്പം വേണം എപ്പോഴും. അവൾ വാശിയോടെ പറഞ്ഞു. അയ്യോ അങ്ങനെ പറയല്ലേ. എനിക്ക് എപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ തന്നെ വേണമെന്നാ. പക്ഷേ ഓഫീസിൽ പോകണ്ടേ? എന്നാ ഞാനും പഠിത്തം കഴിഞ്ഞിട്ട് ദേവേട്ടൻ്റെ ഓഫീസിൽ ജോലി ചെയ്യും. അപ്പം എനിക്ക് എപ്പോഴും കാണാലോ. ജ്വാല പറഞ്ഞതും അഗ്നിയുടെ പൂച്ചക്കണ്ണുകൾ തിളങ്ങി. ആണോ? അതാണോ എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം? എനിക്കെപ്പോഴും ദേവേട്ടൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അവൾ അവൻ്റെ താടിയിൽ പിടിച്ചൊന്ന് വലിച്ചു. അഗ്നി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു. പൊക്കോ, അവൾ പറഞ്ഞു. വൈകുന്നേരം നേരത്തെ വരാട്ടോ. എന്നിട്ട് നമുക്ക് പുറത്തു പോവാ. മീനുവിനെ പൊന്നൂനെയൊക്കെ കൂട്ടാ. അതെന്തിനാ? നമ്മൾ മാത്രം പോരെ? അവൻ ചുണ്ടു കൂർപ്പിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാ നമുക്ക് രാത്രിയിൽ പോവാൻ ദേവേട്ടാ. ആരും കാണാതെ. ഇടയ്ക്ക് പോവാറില്ലേ ബുള്ളറ്റിൽ അതുപോലെ? എന്ത് രസാ അങ്ങനെ. അവൾ കണ്ണു വിടർത്തിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, എന്നാ അങ്ങനെ പോയേക്കാ. അഗ്നി സമ്മതിച്ചു. അവള് തലയാട്ടി. അവൻ അവളുടെ ഇരു കവിളിലും ഒന്ന് ചുംബിച്ചുകൊണ്ട് നിലത്തൂന്ന് എഴുന്നേറ്റ് ഷർട്ട് നേരെയാക്കാൻ തുടങ്ങി. ഷർട്ട് ചുളിഞ്ഞു ദേവേട്ടാ, വേറെ ഷർട്ട് ഇട്. ജ്വാല അവന്റെ ഷർട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് മതിയടാ, ഇതിനിപ്പോ നിന്റെ സ്മെല്ലാ. അവൻ അവളെ എടുത്തുയർത്തി. ആണോ? നിക്കപ്പോ എന്ത് സ്മെല്ലാ? അവള് കുറുമ്പോടെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ ഇടയ്ക്ക് ചന്ദനത്തിന്റെ, ഇടയ്ക്ക് നല്ല മുല്ലപ്പൂവിന്റെ, അങ്ങനെയൊക്കെയാ. ഇടയ്ക്ക് വേറെ എന്തോ. അത് ഞാൻ സ്പ്രേ അടിക്കുന്നോണ്ടാ. അവള് വാപത്തി ചിരിച്ചു. ആണോടി കുറുമ്പി? ആ, അവള് ചിരിയോടെ പറഞ്ഞു. അപ്പം നിന്റെ യഥാർത്ഥ സ്മെല്ല് എന്താന്ന് ഒരു ദിവസം നേരെ നോക്കി പറഞ്ഞു തരുന്നുണ്ട് ഞാൻ. അന്നൊരു സ്പ്രേയും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും. അഗ്നി വശ്യമായി പറയവേ ജ്വാലയുടെ മുഖം ചുവന്നുപോയി. അഗ്നി ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പുണർന്നു. തുടരും.